യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ജീവൻ രക്ഷിക്കാൻ ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ. ഇന്നലെ 3 ഘട്ടങ്ങളായി ചർച്ചകൾ നടന്നിരുന്നു. ചർച്ചയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കുന്നതിനാണ് മുൻഗണന. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ C. മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. വലിയ പുരോഗതിയാണ് കാന്തപുരത്തിന്റെ ഇടപെടലോടെ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജി അടക്കമുള്ളവർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കുടുംബാംഗങ്ങളിൽ 2 തട്ടിൽ നിൽക്കുകയാണവർ. ഒരു വിഭാഗം വധശിക്ഷയെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പ്രഥമ പരിഗണന നൽകുന്നത് ഇതിൽ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെയാണ് വലിയ പുരോഗതിയാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വലിയ ഒരു പുരോഗതിയും ഉണ്ടായിട്ടുമുള്ളത്. ഇന്നലെ 3 ഘട്ടങ്ങളായിരുന്നു ചർച്ച. ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് യമൻ ഭരണകൂടം അറിയിച്ചതനുസരിച്ചുള്ള ഈ വധശിക്ഷ നടപ്പാക്കാനുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഈ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തെ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒന്നുകിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഈ മാപ്പ് നൽകി ഈ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ധനം സ്വീകരിക്കാതെ തന്നെ അവർക്ക് മാപ്പ് നൽകാൻ കഴിയും. ഈ 2 ഓപ്ഷനുകളിലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ഇന്നലെ വലിയ രീതിയിൽ ഏറെ നേരം നീണ്ടു നിന്നെങ്കിലും ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ചർച്ച ഇന്നും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെയാണ് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരിൽ ഒരു വലിയൊരു വിഭാഗവും ഈ ഇത്തരത്തിൽ മാപ്പ് നൽകാൻ അവർ ഒരുക്കമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വിഭാഗം തങ്ങളുടെ കൂടപ്പിറപ്പിനെ, തങ്ങളുടെ കുടുംബത്തെ കൊന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ഗോത്ര തലവന്മാരെയും അതുപോലെ തന്നെ ഈ ഗോത്രത്തിലുള്ളവർക്കുമൊക്കെ വലിയ ക്ഷീണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അവരെ കൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അവരെ കൂടി അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു അനുകൂല നടപടി ഉണ്ടാകും. അത്തരമൊരു ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ചർച്ച വലിയൊരു വിജയമായിരുന്നു. അതിൻ്റെ തുടർ ചർച്ചകളാണ് ഇന്ന് ഉണ്ടാവുക. ഉന്മേഷ്, ക്രിസ്റ്റീന. സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.